ദൈവം അദ്ദേഹം വളരെ ശാന്തനായിട്ട് എന്നോട് പറഞ്ഞു, സഹോദര വാ, ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചിങ്ങനെ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോണ ഇച്ചിരി ദൂരമുണ്ട്. അപ്പൊ നടന്നു പോയി കുറേ കൂടി എന്നപ്പോ ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു, സഹോദര ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ പെറ്റ തള്ള പോലും വെറുക്കുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഭാര്യയ്ക്കും ഒക്കെ വളരെ ദോഷം ചെയ്ത് പാവം ചെയ്ത് വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ കഥകൾ അറിഞ്ഞാൽ നിങ്ങളും എന്നെ വെറുക്കും എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ അടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അവിടെ ആ സംഗതി കട സന്തോഷം, അതാ എനിക്ക് ചിന്തിക്കാൻ പറ്റാഞ്ഞത്. അദ്ദേഹം എന്നോട് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പെറ്റതള്ള പോലും വെറുത്തപ്പോൾ, ഒറ്റവരും ബന്ധുക്കളും തന്റെ സഹോദരങ്ങളും എല്ലാം വെറുത്ത് കളഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു പറയാൻ ഇടയായി. ഞാൻ ചോദിച്ചു, എന്താ അതിന് കാര്യം? എല്ലാരും വെറുക്കുന്ന എന്നെ എന്ത് യോഗ്യത കണ്ടിട്ട് നിങ്ങൾ ആ വാക്ക് പറഞ്ഞു? ഉടനെ അദ്ദേഹം എന്നോട് പറയാൻ എന്നാന്നറിയോ, യേശു ക്രിസ്തു നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിക്കാൻ വന്നത്. ബൈബിൾ എന്നാന്നും ബൈബിളിലെ കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇദ്ദേഹം ആ ഒരു വാക്യം പറഞ്ഞ് എന്നെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന ഭാര്യയോട് പറഞ്ഞ് പെട്ടെന്ന് കടുങ്കാപ്പി വെച്ച് തന്നു. അവരൊരു ബെഞ്ച് കിടന്ന ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. അവരെ കടുങ്കാപ്പിയൊക്കെ വെച്ച് തന്നിട്ട് അവര് അറിഞ്ഞ സത്യം വളരെ നേരം എന്നോട് സംസാരിക്കാനിടയായി. അവര് പറയുന്ന ഓരോ വചനങ്ങളും എൻ്റെ ഹൃദയത്തിനകത്തെ വളരെ സമാധാനം, ആശ്വാസം ഉണ്ടാകുന്ന വചനങ്ങളാണ് പറഞ്ഞത്. ഞാൻ ചിന്തിച്ചത് ഇങ്ങനൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നല്ലോ, ഇങ്ങനൊരു ദൈവം ഉണ്ടോ? അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ അവിടുന്ന് സംസാരിച്ചതിന് ശേഷം അവിടുന്ന് ഞാൻ ഇരുന്നപ്പം എനിക്കൊരു ബൈബിള് തന്നു. അത് 86-ലായിരുന്നു ഈ ബൈബിൾ എൻ്റെ കൈ. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ ബൈബിളുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. 86-ൽ ആയിരുന്നു ഈ സംഗതി. അദ്ദേഹം എനിക്കൊരു ബൈബിള് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് വായിക്കണം, കീറിക്കളയ